Sunny morning, everyone. Welcome back to our channel, Wonder Steps. Jude and Sith are back again with yet another video. Before we move on to the video, നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ please ആ ഒരു bell button ഒന്ന് press ചെയ്യൂ. Subscribers, keep watching our videos and keep supporting as always. So ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഫാമിലേക്കാണ്. ഇത് എന്തിന്റെ ഫാം ആണെന്ന് ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എന്ത് ഫാം ആയിരിക്കും? റൈറ്റ് നൗ ഞങ്ങൾ നിൽക്കുന്നത് എന്തിന്റെ ഫാം ആയിരിക്കും? Please guess. You have 3 seconds. 1, 2, and 3. Let's show. അപ്പൊ ക്യാപ്സിക്കം നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. ഞങ്ങൾ പെർമിഷൻ എടുത്തിട്ടുണ്ട് ഇവിടുന്ന് പറിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടി. ഞങ്ങൾ പറിക്കാൻ പോകണേ. ഞങ്ങൾ പറിച്ചു. Oh my God, fell off. അയ്യോ വീഴു, അവിടെ കുടുങ്ങിപ്പോയി. അമ്മ എവിടെ പോയിടോ? അപ്പൊ ഞങ്ങളിപ്പോ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഒരു കാഴ്ച എന്താന്ന് വെച്ചാല് ഇവിടുത്തെ കെയർ ടേക്കേഴ്സ്, ഈ തോട്ടത്തിലെ കെയർ ടേക്കേഴ്സ് വർക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചു കുറച്ച് ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കാമെന്ന്. ഇവര് ബംഗ്ലാദേശിൽ നിന്നാണ്. സോ ഹിന്ദിയിലായിരിക്കും കോൺവേഴ്സ് ചെയ്യുന്നത്. സോ ഭായ് സാബ്, आप कितने साल से यहाँ काम कर रहे हैं? हम लोग इधर 8 साल से काम कर रहे हैं। 8 साल से। तो यही फार्म है, यही फार्म है, यही गार्डन में 8 साल। अच्छा, तो ये कैसे होता है कैप्सिकम का? ये अभी कैप्सिकम है, कैप्सिकम का आप कैसे ग्रो करते हैं? क्रॉपिंग कैसे? हम लोग दैनिक में 200-300 काट करते हैं। कार्टन मालूम है? कार्टन, हाँ, कार्टन्स में कार्टन 200-300 मिलता है डेली, आपको मिलता है? डेली कटिंग करेगा। डेली ये सीजन में आता है ये कैप्सिकम, ये मंथ में। यहाँ भी एक बार है ना, हाँ। एक हमने कम से कम 350 कार्टन आएगा। हाँ, ओके। यहाँ सेल भी करते हैं? कहाँ पे सेल? ये सुखी कितना लेते हैं हम यहाँ पे? होलसेल रेट होगा ना? हम लोग को मालूम है यार, कब को पैसे देते हैं। अच्छा अच्छा, ഓക്കെ. 200 to 300 ക്യാപ്സിക്കംസ് ഡെയിലി കിട്ടുന്നതാണ് അവർ പറയുന്നത്. ആക്ച്വലി ഞങ്ങൾ അതിലും കൂടുതൽ ഉണ്ട് എന്നുള്ള പോലെ എക്സ്പെക്ട് ചെയ്ത്, അല്ലെ? കാണുമ്പോൾ തോന്നുന്നത് നമുക്ക് അതിൽ കൂടുതൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. സോ അവര് ജസ്റ്റ് വർക്ക് ചെയ്യണതും കൂടി ഒന്ന് കാണാം, അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ കോൺവെർസേഷൻ കൊണ്ടുവന്നത്. ये कैसे ग्रो करते हैं आप? ये हम लोग पहला वो ट्रे है ना, ट्रे में पीटनूस डालता है। पीटनूस के बाद अंदर में वो दाना पीछे ना, दाना डालता है, एक डाल के ये ऊपर लेबल करके रखता है। बाद में वो पानी देता है, पानी तो एक 2 महीना का पौधा निकलता है। अच्छा, तो 1-2 महीने में निकलता है? हाँ, बाद में इतना बड़ा आएगा ना, तो वो ये जमीन में बैठा था लाइन में। अच्छा, तब लेवल करते हो आप? हाँ, तो बाद में बड़ा आएगा, पास में समक देता है, खाद देता है, पानी देता है, दवाई मारता है। आदमी लोग इधर यह करता है, मसाला अच्छा। करता है। आप दोनों ही है यहाँ काम करें? और भी है? और हम लोग इधर अभी कर रहे ये गार्डन में 100 आदमी है। 100 ആദ്മി, 100 ആൾക്കാരുണ്ട്, വർക്കിംഗ് സ്റ്റാഫ്സ് ഉണ്ട് എന്നാണ് പറയണത്. उसका रिजल्ट भी दिख रहा है इतना, यू नो, आप जो इतने काम कर रहे हैं इतना सारा, ये मुझे लग रहा है 300 से ज्यादा कैप्सिकम हो गया है, 500 उससे भी ज्यादा होगा, मतलब एक रो में ही। आप एक दफा कटेगा, लेकिन ये तो दफा आएगा। फिर अभी काटेगा ना, वो सेट से काट के आता है ना, बीट हफ्ता का बाद वो सेट तैयार जाता है। हाँ, फिर ऐसा आएगा, फिर आएगा, वही तो। 16 का 100 है। हाँ हाँ हाँ, ओके भैया।
അപ്പൊ ഞങ്ങള് ക്യാപ്സിക്കം ഗാർഡനിന്ന് ഇപ്പൊ വന്നിരുന്നത് ടൊമാറ്റോസിന്റെ ഗാർഡനിലേക്കാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ടൊമാറ്റോസ് ആണ്. അതെല്ലാം പക്ഷെ ഗ്രീൻ കളറിലാണ്. ഇത് കണ്ടോ, ഇത് ഫുള്ള് ഗ്രീൻ കളർ ഉണ്ട്. പിന്നെ റെഡ് കളർ ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ. എനിക്കൊന്നൊരു 2 വീക്സിനകമായിട്ട് ഇത് ആയി വരുമെന്ന് തോന്നുന്നു. അതെല്ലാം റോ ടൊമാറ്റോസ് ആണ്. അതുകൊണ്ട് വൈറ്റ് മിലൻ ഇതിനിടയ്ക്ക് വൈറ്റ് മിലൻ കിടക്കുന്നുണ്ടോ, ഇതിനിപ്പോ ഷമാമെന്ന് പറയും. ഇതെല്ലാം ഫുള്ള് ഇതുപോലെ ഈ ടൊമാറ്റോയുടെ ഈ ഇതിനകത്താണ്, ഗാർഡനകത്താണ് ഇതെല്ലാം ഫുള്ള് ഇങ്ങനെ ഒരു കൃഷി ചെയ്യുന്നത്. അപ്പൊ അവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതെ, ഒരു റോല് തന്നെ എനിക്ക് തോന്നുന്നു എത്ര ഉണ്ടാവൂലേ, 1000 ഒക്കെ ഉണ്ടാവോ, അതിൽ കൂടുതൽ ഉണ്ടാവും. അതിൽ കൂടുതൽ ഉണ്ടാവും. ഇതിനിടയ്ക്ക് അവര് കൃഷി ചെയ്തേക്കുന്ന ഫുള്ള് ഇഷ്ടം പോലെ. ഓക്കെ, അപ്പൊ ഞങ്ങളിപ്പോ എൻട്രി ചെയ്യാൻ പോണത് നെക്സ്റ്റ് ഗാർഡൻ ഗ്രീൻ ഹൗസിലാണ്. പറയാൻ ഇപ്പൊ നമുക്ക് അകത്തേക്ക് കയറിയാലോ? അപ്പൊ ഞങ്ങളിപ്പോ ഗ്രീൻ ഹൗസിനകത്താണ്. ഇവിടെ കാണുന്ന ഈ ഗാർഡൻ നമ്മുടെ പയർ, സ്വന്തം പയർ, സ്വന്തം നാടിന്റെ പയർ. അതെ അതെ അതെ, പയറാണ്. ഇവിടെ ഈ ബംഗ്ലാദേശീസ് വരെ ആക്ച്വലി ഇവര് പയർ എന്നാണ് പറയുന്നത്, പയർ ഗാർഡൻ എന്നാണ് പറയുന്നത്. അതെ, അതെ, നിങ്ങൾക്ക് പയർ എന്താ അറിയോന്നാണ് ചോദിച്ചത് ഞങ്ങളോട്. അപ്പൊ ഇവര് പയറിന് അവര് ആക്സെപ്റ്റ് ചെയ്തു ഇവിടെ ഒമാനില്. പയറൊക്കെ ഭയങ്കര ഭ്രാന്തി പിടിച്ച് വളർന്ന പോലെ ഉണ്ട്. പക്ഷെ ഇതായി വരുന്നതേ ഉള്ളൂ. ഉണ്ട്, പക്ക ആയതുകൊണ്ട്. അതെ, ലോങ് ലോങ് കാണുന്നുണ്ട്, ലോങ് വൺസ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇപ്പൊ ഇവിടെ വേറൊരു കെയർടേക്കർ ആണ്, പുള്ളിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാന്ന് വിചാരിച്ചു. अगेन बांग्लादेश में आयदोंट हिंदी कॉन्वर्सेशन। भाई साहब तो बोलो आप कैसे ग्रो करते हैं यहाँ पे, क्या क्या करते हैं? ये पहला क्या करता है, जो शोषा है शोषा करता है, बाद में शोषा खलास होता है तो बाद में लुबिया करता है। हिंदी में अरबी में लुबिया बोलता है, लुबिया करता है। लुबिया खलास हो गया तो फिर में बाद क्या लगाता है। भैया ये अभी उसका मौसम खत्म हो गया? उसका मौसम खत्म नहीं, अभी मौसम स्टार्ट किया। अभी स्टार्ट किया। कितने महीने तक रहता है अभी? ये 3 महीने तक रहता है। 3 महीने बाद फिर खलास होता है। दवाई सब क्या? दवाई वो 3-4 दिन का बाद में दवा देता है, 3-4 दिन का बाद में दवा देता है। वो लुबिया काटता है, एक दिन बाद में काटता है, एक दिन पक जाता है। कितना किलोज मिलता है एक दिन में? एक और में वो 30 किलो मिलता है, 30 किलो 40 किलो ऐसा मिलता है। ओके, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കൃഷി ചെയ്യേണ്ടതെന്ന് നമ്മളിപ്പോ ഈ ബയ്യോട് ചോദിച്ചാൽ ഈ ബയ്യ അത് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് ആ ബയ്യോട് ഒന്ന് ചോദിച്ചേക്കാം. कैसे भैया ये करते हैं? ये पहला जो रमेल है ना, ये वो जो कुदाल है, जो शवल है, इसके से पूरा काटता है, फिर नाली पारता है, फिर में चमट डालता है, उसको मुरक्कब डालता है, सार डालता है, बाद में दाफन दे सकता है। बाद में ये जो पाइप है ना, ये पाइप दूध दे सकता है। बाद में 2 दिन पानी चलाता है, 2 दिन चलाता है। 2 दिन पानी चलाने के बाद बहुत दाना लगाता है, 20 लगाता है, ऐसा है। അപ്പൊ ഇത് എന്താന്ന് മനസ്സിലായോ? ഈ കാണുന്നതാണ് ബെയർ ആപ്പിൾ. ഇത് നമ്മുടെ ഗ്രീൻ ആപ്പിൾ ഇല്ലേ, ഗ്രീൻ ആപ്പിൾ പോലെ തന്നെ അതിനേക്കാളും എനിക്കൊന്ന് ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു. നല്ല സ്വീറ്റുമാണിത്. ഇതിന്റെ വലുതുമുണ്ട്, ചെറുതുമുണ്ട്, അതിന്റെ ചെറുതുമുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആയത്. ഇവിടെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടായി കിടപ്പുണ്ട്. ഇതിപ്പോ വലിയ സൈസ് ആവുന്നതേ ഉള്ളൂ. കുറച്ച് ഉള്ളിലേക്കൊക്കെ നോക്കി പറഞ്ഞാൽ കുറച്ച് ബിഗർ വൺസ് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ബെയർ ആപ്പിൾ. ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്തൊരു സ്വീറ്റ് ആയാലോ, ഭയങ്കര സ്വീറ്റ് അല്ലേ, ഭയങ്കര മധുരം.
നല്ല ഫ്രഷ് ഇങ്ങനെ പിക്ക് ചെയ്ത് പ്ലക്ക് ചെയ്ത് കഴിക്കാൻ ഭയങ്കര പറ്റുന്ന taste. ശരിക്കും ഗ്രീൻ ആപ്പിളിന്റെ ഒരു സ്ട്രക്ചർ തന്നെ കേട്ടോ അല്ലേ ഉള്ളില. അപ്പൊ ഞങ്ങൾ ഈ ബേർ ആപ്പിളിന്റെ ഈ ഒരു ട്രീയും കാണിച്ചുകൊണ്ട് ഞങ്ങള് ഇവിടുത്തെ ഫാം വിസിറ്റിന്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്, ഫിനിഷ് ചെയ്യാണ്. Again, once again, please subscribe and keep supporting us. Thank you guys. Bye.